അതൊന്നും നമ്മള് സമ്മതിക്കൂല. കാരണം എന്താ വെച്ചാൽ കിട്ടില്ല. ഓനൊക്കെ കഴിക്കാൻ കിട്ടിയ തീർക്കും. അപ്പൊ റേഞ്ച് പ്രൈസ് റേഞ്ച് എത്ര മുതൽ സ്റ്റാർട്ടിങ് ഇവിടെ പോത്താൾക്ക്? അപ്പൊ ഇനി കുട്ടികളില്ലല്ലേ ഇപ്രാവശ്യം? പെരുന്നാൾ കഴിഞ്ഞാൽ വരും. കുട്ടികള് അങ്ങനെ കൂടും കുറയും. പല ഐറ്റത്തിന്റെ ഉണ്ട് കന്നയില്. ഇല്ല നല്ല അടിപൊളി നല്ല കൂറ്റൻ കാളത അവിടെ മൂരി കൊടുക്കാനുള്ളതാണ്. എങ്ങനെ വിൽക്കണേ? 65 65 അല്ലേ? എത്ര സ്റ്റാർട്ടിങ് എങ്ങനെ വരുന്നത്? പല വിലന്റെ ഉണ്ടാവും. 20, 22 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഏറ്റവും കൂടുതൽ മിനിയാന്നൊരു പോത്തുണ്ടായിരുന്നു. എത്ര കിലോ ഉണ്ട്? 600 കിലോന്റെ മുകളിലുണ്ടായിരുന്നു. അതിപ്പോ ഇന്നലെ അടവണ്ണപ്പാറക്ക് വിറ്റ്. എത്ര രൂപ? അത് 2.25 ലക്ഷം രൂപ കൊടുത്ത്. ഇതൊക്കെ ഒരു 60 റുപ്യന്റെ ഉള്ളിലുള്ള പോത്തുകളാണ് ഇത്. ഈ ഭാഗത്തിലാ ഈ പോത്തുകളൊക്കെ അത് നമുക്ക് നല്ല ബടാ പോത്താള് താല്പര്യം. ഇതൊക്കെ 1.5 ലക്ഷം റുപ്യന്റെ അടുത്ത്. 1.25, 1.30. ഓടോ? ഓടില്ല. ഭക്ഷണം കഴിക്കാതെ പോത്ത് വെച്ച് തരുന്നേ. അതെ ആരൊറ്റ അണ്ണനാ 15 പോത്താളി മേച്ച് നടക്കണത്. ഇപ്പൊ പരാതി കേൾക്കാനേ നേരം ഉണ്ടാവും. എങ്ങനെയാണ് അത് വരുന്നത്? അത് നോക്കാൻ കഴിയൂല. അൽബുള്ള കളിക്ക് നമ്മള് ചെങ്ങലിടൂല. ചെങ്ങലിടും. അതാ നിങ്ങൾ ആനക്ക് ചെങ്ങലിടണാരി ഞങ്ങള് മൂക്കില് ചെങ്ങലിടും. അതാണ്. ഒരാള് തമിഴ്നാട്ടുകാരൻ, ഒരാൾ ആസാമിയും. അതാണ് ഓലെന്ന് പറഞ്ഞാൽ അത്ര ഫ്രണ്ട്ഷിപ്പാണ്. അതെ. ഇവിടെ 40,000 മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എണ്ണാൻ ജൂലൈ മാത്രം പോത്താളുണ്ട്. അത് മാത്രം പോത്താളുണ്ട്. അതാണ് ഒരു പഞ്ചായത്തേക്ക് നല്ല അടിപൊളി കിടിലം പോത്താളാണ്. 15 പോത്താളാണ് വരുന്നത്. 15 പോത്താളാണ് വരുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ വലിയ പെരുന്നാൾക്കുള്ള ഒരു ലോഡ് പോത്തായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മഞ്ചേരി മംഗലശ്ശേരി ഫാമിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഇവിടെ ഏകദേശം എത്ര പോത്താളുണ്ട്? ഇവിടെ എണ്ണാൻ ജൂലൈ മാത്രം പോത്താളുണ്ട്. അത് മാത്രം പോത്താളുണ്ട്. അതാണ് ഒരു പഞ്ചായത്തേക്ക് നല്ല അടിപൊളി കിടിലം പോത്താളാണ്. അപ്പൊ നമുക്ക് ഒന്നായിട്ട് വിശദീകരിച്ച് പരിചയപ്പെടാം. ഓക്കെ, കമോൺ. അത് നമുക്ക് നല്ല ബടാ പോത്താള് താല്പര്യം. ഇതൊക്കെ എത്ര കിലോ ഉണ്ടോ ഈ തലക്കത്തൊക്കെ? 300, 350, 400 അടുത്തൊക്കെ ഉണ്ടാവും അല്ലേ? നല്ല അടിപൊളി പോത്ത്. ഇത് 4 ഒരാൾക്ക് കൊടുത്താണ്. 1, 2, 3, 4 അല്ലേ? 4 മാലിക്കുള്ളതാ? മാലിക്കില്ല, ഒരു വ്യക്തിക്ക് അല്ലേ? അതൊക്കെ ഏകദേശം എത്ര വില ഉണ്ട്? ഇതൊക്കെ 1.5 ലക്ഷം റുപ്യന്റെ അടുത്ത്. 1.25, 1.30, 1.40 ആ ലെവല്. ഈ ഒരു കന്നിനല്ലേ? ഓരോന്നിന്. ഇനിയിപ്പൊ അങ്ങോട്ട് പോകുകയാണെങ്കിൽ അങ്ങോട്ട് 65, 70, 75, 80 അങ്ങനെ പോകൂലേ? ഇവിടെ വരികയാണെങ്കിൽ ഈ സൈഡ് നല്ല കാളകളുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ എങ്ങനെ? അത് ആ കാളാണെങ്കിൽ 1.30 ചോദിക്കണ ആളാണ്. ഇതൊക്കെ കൊടുത്താണ്. ഇത് കൊടുത്താണ്, ഈ 2 കൊടുത്താണ്, ഈ 3-4 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സൈഡൊക്കെ കൊടുത്തില്ലേ? അവിടെ അങ്ങോട്ടേ ഉള്ളു. ഈ മൂരിയോ? ആ മൂരി കൊടുക്കാനുള്ളതാണ്. എങ്ങനെ വിൽക്കണേ? 65 റുപ്യ. 65 റുപ്യ അല്ലേ? ഇവനോ? അത് 65 റുപ്യ. 65. ഇവിടെ ഒരു കാള. അതൊക്കെ ആ ലെവൽ തന്നെ. ഈ ലെവല് അങ്ങനെ കൂടും കുറയും. പല ഐറ്റത്തിന്റെ ഉണ്ട് കന്നയില്. ഓനൊക്കെ കഴിക്കാൻ കിട്ടിയ തീർക്കും. ഇവനെ കൊടുത്താണ്. അപ്പൊ പ്രൈസ് റേഞ്ച് എത്ര മുതൽ സ്റ്റാർട്ടിങ് ഇവിടെ പോത്താൾക്ക്? ഇവിടെ 40,000 മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മിനിയാന്നൊരു പോത്തുണ്ടായിരുന്നു. എത്ര കിലോ ഉണ്ട്? 600 കിലോന്റെ മുകളിലുണ്ടായിരുന്നു. അതിപ്പോ ഇന്നലെ അടവണ്ണപ്പാറക്ക് വിറ്റ്. എത്ര രൂപ? അത് 2.25 ലക്ഷം രൂപ കൊടുത്ത്. അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഓക്കെ. അപ്പൊ ഇനി ഇവിടുന്ന് എങ്ങനെ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 70 രൂപ, 70 രൂപ, അങ്ങോട്ട് 80, അങ്ങതാകുമ്പോ 75, അത് 75, അങ്ങനെ പല വിലന്റെ ഉണ്ട്. അവിടുന്ന് അങ്ങോട്ട് 90, 95. ഈ പോത്തൊക്കെ ഒരു 95 റുപ്യ ലെവൽ വരും. ആ പോത്താണെങ്കിൽ ഒരു 1.25 റുപ്യൊക്കെ ചോദിക്കും. ആ പോത്ത് ഒരു 1.10, അങ്ങനെ പോകും. ഇത് രണ്ടും ഒരു ചോദ്യം കേട്ടോ. ഈ പോത്തുകൾ രണ്ടും എത്ര പറയണേ? അത് രണ്ടും 1.30 ചോദിക്കണം. 1.25 ലാസ്റ്റ് കിട്ടി കൊടുക്കാം നമുക്ക്. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 95 റുപ്യ ലെവലില് ഈ പോത്ത് കൊടുക്കാം. 95 ചോദ്യം കേട്ടോ. നമുക്ക് കുറച്ച് കൊടുക്കാം. ഇതൊക്കെ അതേപോലെ തന്നെ ഒരു 85, 90 ആ ലെവലിൽ അങ്ങനെ പോയി. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള പോത്തുകളുണ്ട്. ഇനി അതൊരു 75 ലെവല്. ഇവിടുന്ന് അങ്ങോട്ട് 75, 80 ലെവലിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. നല്ല അടിപൊളി കാളകളുണ്ട്. കാളകളുണ്ട്. എങ്ങനെ റേറ്റ്?
അതൊരു 50-55 ലെവലിലൊക്കെ വരുള്ളൂ. കൊമ്പൊക്കെ പിന്നെ കച്ചവടമല്ലേ, കച്ചവടത്തിനനുസരിച്ച് കൊടുക്കാൻ നമുക്ക്. അല്ലേ? ഇതൊക്കെ പിന്നെ ഒരേ റേഞ്ചാണ് വരുന്നത്? അതൊക്കെ അത് പല റേഞ്ചാണ് വരുന്നത്. അത് 90-95. ഈ ആളൊക്കെ ഒരു 95 റുപ്യ. എനിക്ക് 95. ഇതൊക്കെ ഒരു 65 റുപ്യ, അതൊരു 75 റുപ്യ, അത് 65 ആ ലെവലൊക്കെ ഇങ്ങനെ വരും. ഇനി അതിലും കുറഞ്ഞ പോത്തുകൾ പുറത്തുണ്ട്. ഈ പോത്തൊക്കെ എങ്ങനെ സ്റ്റാർട്ടിങ്? ഇതൊക്കെ ഒരു 60 റുപ്യന്റെ ഉള്ളിലുള്ള പോത്തുകളാണ് ഇത്. ഈ ഭാഗത്തിലാ? ഈ പോത്തുകളൊക്കെ. ആ പോത്തുകൾ പട്ടോളം കമ്മിറ്റിക്ക് കൊടുത്ത പോത്തുകളാണ്. ആ സൈഡത്തൊക്കെ? നല്ല അടിപൊളി നല്ല കൂറ്റൻ കാളത അവിടെ നിൽക്കുന്നത്. 3 കാളകള്. ഇതൊക്കെ എങ്ങനെ വരുന്നേ? ആ കാളൊക്കെ ഒരു 1.25 ലക്ഷം റുപ്യോ. 1.25 ലക്ഷം റുപ്യന്റെ കാളകളാണ്. നീ എങ്ക ഇരിക്കേ? ഇത് പോയിക്കണോ? ഇല്ലല്ല, ഇത് 3 കൊടുക്കാളാ. അവിടെ അതേതാ പോത്ത്? കൊടുത്താണ്. അപ്പൊ നീ കുട്ടികളില്ലല്ലേ ഇപ്രാവശ്യം? പെരുന്നാൾ കഴിഞ്ഞാൽ വരും കുട്ടികള്. എത്ര സ്റ്റാർട്ടിങ് എങ്ങനെ വരുന്നത്? പല വല്ലതും ഉണ്ടോ? 20-22 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ചെറുത് നമ്മള് പിന്നെ കൊണ്ടുവരില്ല. പിന്നെ അത് ചത്തു പിടിച്ചു എന്നുള്ള വർത്തമാനം കേൾക്കാൻ വയ്യ. വലിയ കുട്ടികളെ കൊണ്ടുവരലുള്ളൂ. അപ്പൊ അതെന്താ കുട്ടികളെ കൊണ്ടുവരുമ്പോ അങ്ങനത്തെ വിഷയം വരലുണ്ടോ? വരലുണ്ട്. മറ്റേ ചെറുത് കൊടുത്താലേ ഇപ്പൊ പരാതി കേൾക്കാനേ നേരം ഉണ്ടാവും. എങ്ങനെയാണ് അത് വരുന്നത്? അത് നോക്കാൻ കഴിയൂല. മറ്റേ ചെറുത് കൊടുത്താല് പരാതി ആയിരിക്കും. അസുഖമാണ്, അതാണ്, ഇതാണ്. എത്ര മാസമായിട്ടുള്ള കുട്ടികളെ? അത് മാസത്തിന്റെ കണക്കൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അവിടുന്ന് ലോഡ് പുറത്തുനിന്ന് വരുന്നല്ലേ. പല ഐറ്റം ഉണ്ടാവും അതില്. എന്നാലൊരു മീഡിയം റേഞ്ച് കുട്ടികളൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 7 മാസം 8 മാസം ആ ലെവലിലൊക്കെ വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്നാണ് കൂടുന്നുണ്ട്. എല്ലാ ഐറ്റം വരും. പെരുന്നാൾ കഴിഞ്ഞാൽ വരും. അപ്പൊ ഇതില് മൊറന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെറുതെയാണ്. ചോപ്പ് കയറ് കെട്ടി ഒക്കെ മൊറ തന്നെ. നമുക്ക് കൊടുത്തിട്ട് കൊടുക്കാൻ കഴിയും. ചോപ്പ് കയറ് കെട്ടിട്ട് മൊറ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതെന്താ പറയാ? ഒറിജിനൽ മൊറ കിട്ടണമെങ്കിൽ പണി തന്നെയാണ്. ആണല്ലേ? അത് വലിയ പോത്തുകളൊക്കെ വരുന്നുണ്ട് ഈ മൊറ എന്ന് പറഞ്ഞിട്ട്. അല്ല, ചെറിയ കുട്ടികള് അപൂർവം. നമുക്ക് ഇവിടെ കൊടുന്ന് കഴിയൂലേ? ഒരു നിലക്കും കഴിയില്ല. അല്ല, ചിലര് അങ്ങനെ അതൊക്കെ വെറുതെ പറയാം. അതൊക്കെ ക്രോസ് കുട്ടികളാണ്. ഒറിജിനൽ കുട്ടികളെ കിട്ടില്ല മൊറ എന്ന് പറഞ്ഞിട്ട്. അത് കിട്ടാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ ഈ റൂട്ടിലൊക്കെ ഉണ്ടോ? എവിടെ? അതൊക്കെ വെറുതെ പറയാണ്. ഈ റൂട്ടിലൊന്നും സാധനം കിട്ടില്ല. ഇപ്പൊ വലുതൊക്കെ ഉള്ളത്? വലുത് കിട്ടും. വലുത് ഞാൻ പറഞ്ഞപ്പോ 600 കിലോന്റെ അതൊക്കെ ആ സാധനമാണ്. അല്ലേ? കുട്ടികളൊന്നും അങ്ങനെ ഇറക്കാൻ കഴിയൂലെന്നാണ്. നമുക്ക് ഇറക്കാൻ കഴിയില്ല. ഇനി വേറെ ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടോന്ന് അറിയില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കുറെ വീഡിയോസ് കാണുന്നുണ്ട് മൊറ എന്ന് പറഞ്ഞിട്ട്. അതൊന്നും ഒറിജിനൽ മൊറ ആണെന്ന് നമ്മൾ സമ്മതിക്കൂല. കാരണം എന്താ വെച്ചാൽ കിട്ടില്ല. ഹരിയാന മൊറ എന്ന് പറഞ്ഞ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണെന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. അതിനനുസരിച്ചുള്ള വിലയും വരും. അതാണ്. അപ്പൊ ഇനി കാളന്റിയിലൊക്കെ വരുമ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ? കാളന്റിയിൽ അങ്ങനെയൊന്നുമില്ല. ആ ഓങ്കോളാണ് ഇതൊക്കെ. ഈ കാളകളൊക്കെ ഇതൊന്നും ഒരു മാർക്കറ്റാണ്. ഇത് മൊറാന്നോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. മാറ്റങ്ങളൊന്നുമില്ല. പോത്തിലാണ് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ ഈ തമിഴ്നാടിനും നാടനും അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് വരും. അതിലൊക്കെ മാറ്റമുണ്ട്. തമിഴ്നാട് പോത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ രണ്ടെണ്ണയാണ്. അതൊക്കെ മാറ്റമുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ അങ്ങനെ സ്റ്റാർട്ടിങ് കുട്ടികളൊക്കെ മീഡിയം റേഞ്ചിൽ എങ്ങനെ വരുന്നത്? കുട്ടികൾ ഞാൻ പറഞ്ഞില്ല 20-22 അതിലൊക്കെ സ്റ്റാർട്ടിങ്ങിലെ കുട്ടികളെ നമ്മൾ കൊണ്ടുവരലുള്ളൂ. അപ്പൊ ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ കൊണ്ടുവരും. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വന്നോട്ടെ, എത്ര വേണേലും കൊണ്ടു കൊടുക്കാം. കൊണ്ടുവരും. സാധനം ഇവിടെ ഉണ്ടാവും, റെഡി ആയിരിക്കും. പെരുന്നാൾ കഴിഞ്ഞാൽ നമ്മൾ ഇറക്കൂലേ? ഇറക്കും. ഇതിപ്പോ മേയാൻ വിട്ടതാണല്ലേ? ഇപ്പൊ മേഞ്ഞു വരാണല്ലോ. എത്ര പോത്താളുണ്ട് അതില്? 15 എണ്ണം. 15 പോത്താളാണ് വരുന്നത്. 15 പോത്താളാണ് വരുന്നത്. டேய் எங்கடா உனக்கு சாப்பாடு வாண்டா? ஏது வண்டிக்கு கேரளாது அத தாண்டா பரவாளி. എങ്ക പോയി നീ? കോറിയിൽ പോയോ? ഇതാണ് നമ്മളെ ആ പോത്ത് മേക്കണ ആള്. ഇതൊക്കെ ഏത് റേഞ്ചിൽ വരുന്നതാ? ഇതൊക്കെ ഒരു
65 റുപ്യ ലെവലില് വരുന്ന പോത്തുകളാണ് അല്ലേ? ആ ഇത് ഏകദേശം ഒരു മീഡിയം സൈസുള്ള ഒരു പോത്ത്. മീഡിയം സൈസിലെ പോത്തുകൾ, കമ്മിറ്റി പോത്തുകളാണ്. കമ്മിറ്റി പോത്തുകൾ. അണ്ണനത് കൊണ്ടുപോല് വീഡിയോ അണ്ണപ്പം മേച്ചിട്ട് വരാണ്. അതെ, രാവിലെ പോയതാ, കഞ്ഞി കുടിച്ചിട്ട് പോയതാണ്. കഞ്ഞി കുടിച്ച അപ്പൊ ഇത്രയും ടൈം മേച്ചു. അതെ, ഇനി ഇവിടെ കൊടുത്തിട്ട് ഇനി ഒരു വള്ളം കൊടുത്തിട്ട് അവിടെ വിടും. കയറ് കെട്ടുന്ന പരിപാടി ഇല്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ നിങ്ങൾക്ക് ഒറ്റൊന്നിനും കയറ് കിട്ടിയിട്ടില്ല. ഒരലമ്പില്ലാതെ അണ്ണന്റെ അടുത്ത് നിക്കണു. അണ്ണന്റെ അടുത്ത് നിൽക്കും. അതാണ് അണ്ണന്റെ അണ്ണന്റെ കഴിവാണത്. അണ്ണന്റെ പേരെന്താ? അണ്ണന്റെ പേര് വെള്ളി. വെള്ളി. അണ്ണന് വെള്ളിയല്ല, സ്വർണ്ണാണേ. ആ ഒരൊറ്റ ആ അണ്ണനാണ് 15 പോത്താളി മേച്ച് നടക്കണത്. ഒറ്റ ഒന്നിനൊരു കെയർ പോലും ഇല്ല. അതാ അതല്ല എല്ലാരും അതിൻ്റെ ഉള്ളിൽ അതാ അണ്ണനാണ് അണ്ണൻ. ഞാൻ വെള്ളിയണ്ണൻ. വെള്ളിയണ്ണൻ പോത്ത് മേച്ചിട്ട് വരുന്നത്. ചോറും പാടെ തിന്നാതെ പോത്തിനോടുള്ള സ്നേഹമാണത്. അണ്ണാ പോത്തിനോട് അത്രമേൽ പ്രണയം പറഞ്ഞു കൊടുക്കണ്ണ. പോത്ത് മേച്ചിട്ട് വരികയാണെന്ന് പറയും. എപ്പോഴാ പോയിരുന്നേ? രാവിലെ 10 മണിക്ക് പോയി. 10 മണിക്ക് പോയി. എന്നിട്ട് ഇപ്പഴാ വരുന്നത്? അതാ ഭക്ഷണം പോലും ഭക്ഷണം കഴിക്കാതെ പോത്ത് വെച്ച് വരുന്നത്. അതെ, ഡെയിലി ഉണ്ടോ? ഡെയിലി പോവും. ഡെയിലി പോവാ. ഡെയിലി പോവും മേക്കാന്. ഇതിപ്പോ ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിലാണ് വിടുക ചെയ്യാ? ഇനി ഇതിന്റെ ഉള്ളിൽ വിടും. ഇനിയിപ്പോ നാളെ രാവിലെ ആയാലും ഇതേപോലെ ഇറങ്ങി പോവാ. അപ്പൊ അതന്നെയാണ് എന്റെ പണി. അലമ്പ് കാണിക്കോ? പോത്താള അലമ്പ് കാണിക്കോ? കച്ചറ കാണിക്കോ? ഓടുവോ? ഓടില്ല. അല്ല, നിങ്ങളെ അടുത്തുനിന്ന് ഓടിയ പോത്ത് ഇവിടെ കൊടുത്തിട്ട്? ഇല്ലല്ല, പോല. ഓടിയ പോത്തൊക്കെ കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഓടിയ പോത്തയിലുണ്ടല്ലോ, അതൊക്കെ മൂക്കുത്തി കയറിട്ടില്ല ഞങ്ങള്. അതെ, അതാണ് അലമ്പുള്ള കളിക്ക് നമ്മള് ചെങ്ങലിടും അല്ലേ? ചെങ്ങലിടും. അതാണ്. നിങ്ങൾ ആനക്ക് ഞങ്ങളിടണാരി ഞങ്ങള് മൂക്കില് ഞങ്ങളിടും. അതാണ്. പിന്നെ ഏത് കൊമ്പനാണെങ്കിലും അതൊന്നും ഞമ്മക്ക് വിഷയമല്ല. ഏത് ഞമ്മള് കയറിടും. അതെ. പിന്നെ പറഞ്ഞ ഇനിയിപ്പോ അണ്ണം വന്നു. ഇനിയിപ്പോ അണ്ണം എല്ലാത്തിനും വൈക്കോലിട്ട് കൊടുക്കും, വെള്ളം കൊടുക്കും. നമുക്ക് കാണാല്ലേ? കാണാം. ഇനിയിപ്പോ അണ്ണം ഭക്ഷണം കഴിച്ചിട്ട് വൈക്കോലിട്ട് ഇറങ്ങുള്ളൂ. അതാണ്. അതെ, അണ്ണൻ സാപ്പിടാൻ പോവാ. അണ്ണാ സേഫ് ആക്കി ഡോറും കെട്ടി. ഇനിയിപ്പോ അവർക്ക് വള്ളം കൊടുക്കാറുണ്ടാവല്ലേ? ഇല്ല, അവർക്ക് വെള്ളം കൊടുക്കൂല. അവർക്ക് കുറയുന്നൊക്കെ കുടിച്ചു വരികയാണ്. കുടിച്ചിട്ടാ? ഒരാള് തമിഴ്നാട്ടുകാരൻ, ഒരാൾ ആസാമിയും. അതാണ്. ഓലെന്ന് പറഞ്ഞാൽ അത്ര ഫ്രണ്ട്ഷിപ്പാണ്. അതെ, വെള്ളിയണ്ണൻ അണ്ണനും തമ്പിയാണ്. ഭായിനെ പറ്റി പറഞ്ഞു കൊടുക്കേ. ഭായി എങ്ങനെയാണ്? ഓല് ചങ്കാളാണല്ലേ? ചങ്കും ചങ്കുമാണ്. അതാ. രാവിലെ എപ്പോഴാണ് ചന്തക്ക് ഇറങ്ങല്ലേ? ഞങ്ങള് നാളെ മഞ്ചേരി ചന്തക്ക് പോവും. വ്യാഴാഴ്ച വാണിയംകുളം പോവും. അല്ല, നാളെ രാവിലെ എപ്പോഴാ ഇറങ്ങല്? ഞങ്ങൾ ഇവിടുന്ന് ഒരു 5 മണിക്ക് ഇറങ്ങും. 5 മണിക്ക് ഇറങ്ങും. അപ്പൊ നമുക്ക് രാവിലെ 5 മണിക്കാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റും. ലോഡ് കാണാല്ലേ? അപ്പൊ നമുക്ക് നാളെ രാവിലെ നമുക്ക് അപ്പൊ ചന്തക്ക് പോകണം. നമുക്ക് കാണാം. അവിടുത്തെ കച്ചവടങ്ങളെ നമുക്ക് കാണാം. നാളെ മിക്കവാറും ഇങ്ങനെ മഴയാണ് ഞങ്ങൾ പോവില്ല. പോവില്ലേ? കാരണം എന്തിനാ വെച്ചാൽ വെറുതെ മഴ കൊള്ളിച്ചിട്ട് കാര്യമില്ലല്ലോ. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമ്മൾ പോകുള്ളൂ അല്ലേ? അപ്പൊ എത്ര എണ്ണത്തിനെ കൊണ്ടുപോകണ കണക്കുണ്ടോ? ഞങ്ങൾക്ക് കണക്കൊന്നുമില്ല. ചിലവ് 10 എണ്ണം കൊണ്ടുപോകും, ചിലവ് 5 എണ്ണം കൊണ്ടുപോകും, ചിലവ് ഒരു ലോഡ് മുഴുവൻ കൊണ്ടുപോകും. നമുക്ക് നേരത്തിന്റെ ടൈമിങ്ങിന് അനുസരിച്ചാണ് ഓരോന്നനുസരിച്ച്. മഴയാണെങ്കിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അങ്ങനെ ആ ചളിയിൽ കൊണ്ടുപോയിട്ട് വെറുതെ നാശാക്കിട്ട് കാര്യമില്ല. തീറ്റൊക്കെ എങ്ങനെ കണക്കുണ്ടോ? നമുക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് തീറ്റ കൊടുത്തിട്ട് ലാഭം നോക്കണ പരിപാടി ഇല്ല. നല്ല തിന്നാൻ കൊടുക്കും. ഇവിടെ വന്നാണ്ട് കോംപ്രമൈസ് ഇല്ല. ഇല്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മള് വിറ്റൊന്നും വിചാരിച്ചിട്ടും തീറ്റ കുറക്കണ പരിപാടിയൊന്നും ഇല്ല. ഇവിടെ വന്നാ എങ്ങനെ അന്ന് കൊടുത്തിരുന്ന മാതിരി എന്നും കൊടുക്കും തീറ്റ. അപ്പൊ ഒന്ന് ബുക്ക് ചെയ്തിട്ട് പോണല്ലേ? കണ്ടില്ലേ? ഉണ്ട്. ഇതാ പെരുന്നാൾ കൊണ്ടുപോണ പോത്തുകളാണ് മേലുള്ളതൊക്കെ. അപ്പൊ ഇനി പെരുന്നാൾ അടുപ്പിച്ചപ്പോ പെരുന്നാളിന്റെ തലേന്നേ കൊണ്ടുപോകുള്ളൂ അല്ലേ? പെരുന്നാളിന്റെ തലേ ദിവസം കഴിച്ചോളൂ ഇവിടുന്ന്. ആദ്യം ഇവിടെ കേറിയപ്പോ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി നല്ല ബഡാ സെക്യൂരിറ്റി. ഒരു തോക്കും വേണ്ട, ഒരു സാധനം വേണ്ട, ഓൻ ഉണ്ടായാൽ മതി. അത് ഓനൊക്കെ നമുക്ക് കാണാൻ പോവാ അല്ലേ? ബഡാ സെക്യൂരിറ്റി. ഇതാ നമ്മളെ
ഡോബർമാൻ. എന്താ അവന്റെ പേര്? അവന്റെ പേര് ബ്രൂണോ. ബ്രൂണോനെ അയച്ചു വിട്ടാൽ ഇപ്പൊ നമുക്ക് പണിയേക്കാരം അല്ലേ? അയച്ചുവിട്ട് കാണിച്ചു തരാണെങ്കിൽ. അല്ലാ അതാ അഞ്ഞ് നേരെ നമ്മളെ അടുത്ത് കേൾക്കാറ്. നല്ല ഇടലോസ്കേ എന്നാ വീഡിയോ പിടിച്ചോ. അതാ വരും അതാ ഇതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. ഇവൻ എത്ര വയസ്സ് കിട്ടിയതാ? ഇവന് 8 മാസമായിട്ടുള്ളൂ. 8 മാസമായിട്ടുള്ളൂ അല്ലേ? അപ്പൊ എത്ര വയസ്സിലെ ഇവിടെ വരുന്നേ? ഇവിടെ 40 ദിവസമായിരുന്നു. 40 ദിവസമായപ്പോ. ആളെങ്ങനെ? ആള് നമ്മളുണ്ടാകുമ്പോ പ്രശ്നമല്ല, ആരും ഇല്ലാത്തപ്പോ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പൊ പകൽ ടൈമിൽ നോക്കാം. നൈറ്റില് ആരും കയറ്റാൻ ആയിക്കൂല ഗേറ്റിന്റെ അവിടെ നിന്നിട്ട്. ഡ്യൂട്ടി ടൈമിൽ പക്കയാണല്ലേ ആള്? അതാണ് നമ്മളെ ബ്രൂണോ. എന്താ തരയണേ? ഫുഡിനാ? ഫുഡ് കൊടുത്താണ് ഒരട്ടം. ഏയ് അത് ട്രെയിൻഡ് ആണോ അതോ വന്ന പാടെ എങ്ങനെ? ഓ ട്രെയിൻഡ് ആണ്, പറഞ്ഞൊക്കെ കേൾക്കും. നമ്മള് താഴത്ത് തൊയ്ത്തില് കുറച്ച് പോത്താളെ കണ്ടു കൊടുത്തതാ. കാളകള് അത് കൊടുത്തതാ? അല്ലല്ല കൊടുക്കാളാ. ഞാൻ പോയി നോക്കല്ലേ നമുക്ക്? ഓക്കെ, ബ്രൂണോനെ കൂട്ടി കയറ്റിക്കോ. ഓനവിടെ നിന്നോട്ടെ. പോടാ പോടാ കുട്ടുപോ 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 ആരാ ഓരേ ഇതിലെ പോയി പൊട്ട് കയറ് പോരൂലാണ്ട്. അടി ഇതാ